ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാകാം എന്നൊരു വരി കേട്ടാൽ നമുക്കറിയാം ഇത് പിന്നെയും പിന്നെയും എന്നുള്ള പാട്ടിൻ്റെ അകത്തുള്ളതാണ്. രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിക്കുന്നു പറയാൻ കേൾക്കാൻ നമുക്കറിയാം സന്യാസിയിലെ പാട്ടാണ്. പക്ഷെ നമുക്ക് ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഹിറ്റായിട്ടുള്ള പാട്ടുകളുടെ ഒരു വരി മാത്രം അടർത്തി നോക്കി എത്ര പാട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സിനിമ പാട്ട് എഴുത്ത് ഈസ് ഓൾവേസ് ആൻ അപ്ലൈഡ് ആർട്ട്. അവർ തരുന്ന ഒരു ക്രിയേറ്റീവ് സ്പേസ് ഉണ്ടാക്കി നമ്മളുടെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ സിനിമാ പാട്ടിനുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനിപ്പം ഗംഭീരമായിട്ട് എഴുതി നല്ലത്, പക്ഷെ അത് സിനിമയ്ക്ക് ആവശ്യമില്ല. അതായത് ഒരു കാമുവിന് അതിനപ്പുറം പറയാനില്ല. അല്ല, അവിടെയാണ് ആ ക്യാരക്ടർ അത്രയും ഭംഗിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അയാൾക്ക് ഇത്തരം പവേഴ്സ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പം അയാൾ ചെയ്യും, വെറുതെ പറയല്ല, അയാളത് ചെയ്യും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് എഴുതാം. ഇപ്പോഴുള്ളതിൽ 99.9% പാട്ടുകളും നമ്മൾ ട്യൂൺ ഇട്ടിട്ടാണ് എഴുതുന്നത്. ഇപ്പൊ എക്സാമ്പിൾ വിനീതണ്ണൊക്കെ നമ്മളോട് പറയും നീ എഴുതിക്കോ, എന്നിട്ട് നമുക്ക് കമ്പോസ് ചെയ്യാം. ഷാനൊക്കെ പറയും നീ എഴുതിക്കോ, നമുക്ക് കമ്പോസ് ചെയ്യാം, എഴുതിയിട്ട് കമ്പോസ് ചെയ്യാം. അങ്ങനെ ചെയ്ത പാട്ടുകളാണ് നമ്മുടെ തിരുവാവണി രാവൊക്കെ. അല്ല, ആ പാട്ടിലൊരു വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. ഈ പാട്ടൊരു 100% പ്രണയമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവൾ മറന്ന പ്രണയമാണ്. വിദ്യാജി ആദ്യം ഇതിന്റെ മ്യൂസിക് ഇട്ട സമയത്ത് ഗിരീഷണ്ണ എങ്ങനെ എഴുതുമ്പോഴും അതിൻ്റെ അകത്തൊരു വിരഹമാണ് കയറി വരുന്നത്. അപ്പോൾ ലാൽജു സാർ പറഞ്ഞതാണ്, ഗിരീഷ് എനിക്ക് വിരഹം വേണ്ട, അത്ര ലൗഡായിട്ടുള്ളൊരു വിരഹമല്ല അതിൻ്റെ അകത്ത്. കാരണം അവൾ മനസ്സറിഞ്ഞ് വിട്ടുകൊടുത്തതാണ് ആ പ്രണയം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നു. നേരെ വെളുത്തൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഒന്ന് കാണാനോ എന്ന് പറയുന്നത് നഹാസ് എന്ന് പറയുന്ന ഡയറക്ടറുടെ ബ്രില്യൻസ്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ അനുഭവിച്ചുള്ള കാര്യങ്ങളാണല്ലോ ഒന്ന് നേരം വെളുത്ത് കിട്ടുക എന്നുള്ളത്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം, ലൈഫ് നെറ്റ് TV-യിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു എബ്രഹാം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ലിറിസിസ്റ്റാണ് ശ്രീ മനു മഞ്ജിത്ത്. അദ്ദേഹം ഒരു ലിറിസിസ്റ്റ് മാത്രമല്ല, ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഒരു ഹോമിയോ ഡോക്ടറാണ്. ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഒരു ഗാനരചയിതാവിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ മനു മഞ്ജിത്ത്. ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് ഗിരീഷ് ചേട്ടൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത്. ആ ഒരു മൊമെന്റ്സ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഏതൊരു ലിറിസിസ്റ്റിനെയും പോലെയല്ല എനിക്ക് പ്രത്യേകിച്ച്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളതും, അല്ലെങ്കിൽ ഒരുപക്ഷെ പാട്ടെഴുത്ത് പോലും ഇത്രയും പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിച്ച് തുടങ്ങുന്നത്, പിന്നെ ഒന്ന് എഴുതി നോക്കാനുള്ള ശ്രമം പോലും നമ്മൾ അറിയാതെ ഉണ്ടായിട്ടുള്ളത് ഗിരീഷേട്ടൻ്റെ പാട്ടിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇപ്പോഴും തീരാത്തൊരു കൗതുകമാണ് ഗിരീഷേട്ടൻ എഴുതി വെച്ച് പോയിട്ടുള്ള പാട്ടുകളിൽ ഓരോ തവണ നമ്മൾ കാണുമ്പോഴും പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു കുസൃതി, ഒരു വികൃതി, ഒരു കൗതുകം കണ്ടുപിടിക്കുക എന്നുള്ളത്. ഗിരീഷേട്ടനെ പറ്റി സംസാരിക്കാനും ഗിരീഷേട്ടൻ്റെ പാട്ടുകളെ പറ്റി സംസാരിക്കാൻ അങ്ങേയറ്റം ഇപ്പോഴും ഉള്ള, അപ്പോൾ ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. മനുഷ്യേട്ടൻ്റെ ഒരു പാട്ടിലേക്ക്, ഒരു ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? ആദ്യം ഒരു കവിയായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? സിനിമ ഇഷ്ടമായിരുന്നു. സിനിമ എന്നുള്ളത് തന്നെയാണ് അത്. അന്ന് സിനിമയിൽ എത്തിപ്പെടുകയില്ലയോ ഒന്നും, എത്തിപ്പെടാനുള്ള സാധ്യതകളൊന്നുമില്ല. കാരണം നമ്മൾ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വേറൊരു പ്രൊഫഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴും നമ്മളുടെ സൗഹൃദങ്ങളുടെ പേര് നമ്മൾ പിന്നെയും ഇവിടെ വന്നതാണ്. അപ്പോഴും പാട്ടെഴുത്താണോ നമ്മളുടെ ജോലി, ഇതൊന്നും അറിയില്ല നമുക്ക്. സിനിമ ഇഷ്ടമാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഗിരീഷൻ്റെ ഈ പറയുന്ന ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ തന്നെ ആയിരിക്കാം നമുക്ക് എങ്ങനെ ഒരു സിറ്റുവേഷൻ പാട്ടാക്കാം എന്നൊക്കെ ഉള്ളൊരു ശ്രമം. പിന്നെ ആ സമയത്ത് ഒരുപാട് സുഹൃത്തുക്കളുടെ പിന്നെ എത്തിപ്പെട്ടതും അങ്ങനെ ഒരു നിരന്തരമായിട്ട് മ്യൂസിക്കിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നപ്പോൾ വിനീതേട്ടൻ, ഷാൻ റഹ്മാൻ, ആ ഒരു കോമ്പിനേഷനിലൊക്കെ വന്ന്, അപ്പോൾ പിന്നെ വിനീതേട്ടൻ്റെ ബാക്കിയുള്ള ബേസിലാണെങ്കിലും അങ്ങനെ തുടങ്ങുന്ന ഒരു വേറെ ഇതാണെങ്കിലും അപ്പം നിരന്തരമായിട്ട് അങ്ങനെ സംഭവിച്ചതാണ്. ഒരു പാട്ടിൻ്റെ പിറവി എന്ന് പറയുന്നത് ഒരു പക്ഷേ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിവില്ലായിരിക്കും. അപ്പം ഒരു ലിറിസിസ്റ്റിലേക്ക് ഒരു പാട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ പിറവി, അതിൻ്റെ ഒരു വഴി എങ്ങനെയാണ്? അത് ഇപ്പോഴുള്ളതിൽ 99.9% പാട്ടുകളും നമ്മൾ ട്യൂൺ ഇട്ടിട്ടാണ് എഴുതുന്നത്. ട്യൂൺ ഇട്ടിട്ട് ഓൾറെഡി അത് ഡയറക്ടർ ഓക്കെ ചെയ്തിട്ട് നമ്മളിലേക്ക് വരും, നമ്മൾ അതിനനുസരിച്ച് ട്യൂൺ ഇടും. പക്ഷേ അത്രയും അധികം ഒരു സൗഹൃദമുള്ള ആളുകൾ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ വിനീതണ്ണൊക്കെ നമ്മളോട് പറയും നീ എഴുതിക്കോ, എന്നിട്ട് നമുക്ക് കമ്പോസ് ചെയ്യാം. ഷാനൊക്കെ പറയും നീ എഴുതിക്കോ, നമുക്ക് കമ്പോസ് ചെയ്യാം, എഴുതിയിട്ട് കമ്പോസ് ചെയ്യാം. അങ്ങനെ ചെയ്ത പാട്ടുകളാണ് നമ്മുടെ തിരുവാവണി രാവൊക്കെ എഴുതിയിട്ട് കമ്പോസ് ചെയ്ത പാട്ടാണ്. പിന്നെ ആടിലെ പാട്ടുകൾ, മിത്തച്ചനും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട്
അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വളരെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആടിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് നമുക്കറിയാം. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചായ കുടിക്കുമ്പോഴും അല്ലാതെയൊക്കെ സംസാരിച്ചിരുന്ന വരികളാണ് പിന്നെ പാട്ടുകളായിട്ടുള്ള അറ്റ്ലീസ്റ്റ് അതിൻ്റെ തുടക്കമെങ്കിലും ആയിട്ടുള്ളത്. പക്ഷെ മെജോറിറ്റി കേസ് ഈ പറഞ്ഞ പോലെ കമ്പോസ് ചെയ്തിട്ട് അതിന് നമ്മൾ വരികൾ എഴുതുക എന്നുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിറ്റുവേഷണലായിട്ട് വരുന്ന സമയത്ത് ഇപ്പം ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ സ്വാധീനം വളരെയധികം മലയാളം കവിതയിലിട്ട് അല്ലെങ്കിൽ മലയാളം പാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിന് പറ്റിയ ഒരു ഇലുമിനാറ്റി എന്നുള്ളൊരു വേർഡ് വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ വാക്കുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു ചാലഞ്ച് അല്ലേ. അപ്പോൾ അതിലേക്ക് എത്താൻ ഡയറക്ടറിൻ്റെ കോൺട്രിബ്യൂഷനാണോ റൈറ്ററുടെ കോൺട്രിബ്യൂഷനാണോ, അത് നമ്മൾ തന്നെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? എങ്ങനെയായിരിക്കും ആ ഒരു സംഭവം? അല്ല, എപ്പോഴും ഇപ്പോൾ ഏത് റൈറ്ററും ഡയറക്ടറും ഒരു വാക്ക് പറഞ്ഞാൽ പോലും അവരെപ്പോഴും ഒരു ബെറ്റർ ഓപ്ഷൻ നമ്മുടെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ അടുത്ത് ഉണ്ടോന്ന്. അതിൻ്റെ ഒരു അപകടം കൂടിയുണ്ട്. ഒരു പാട്ട് ഒരു വാക്കിലേക്ക് ഒതുങ്ങി പോവുക എന്ന് പറയുന്ന ഒരു വലിയൊരു അപകടം കൂടി, ബാക്കിയുള്ള വരികളൊന്നും ഒന്നും ശ്രദ്ധിക്കില്ല ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് എന്താ പറയാ, ഏതൊരു പാട്ടും ഇപ്പം ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാകാം എന്നൊരു വാക്ക് പരി കേട്ടാൽ നമുക്കറിയാം ഇത് പിന്നെയും പിന്നെയും എന്നുള്ള പാട്ടിൻ്റെ അകത്തുള്ളതാണ്. രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിക്കുന്നു പറയുന്നത് കേൾക്കാൻ നമുക്കറിയാം സന്യാസിയിലെ പാട്ടാണ്. പക്ഷെ നമുക്ക് ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഹിറ്റായിട്ടുള്ള പാട്ടുകളുടെ ഒരു വരി മാത്രം അടർത്തി നോക്കി എത്ര പാട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊരു മത്സരമായിട്ട് വെച്ച വളരെ പേരും പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം. അപ്പം ഒരു പാട്ട് അതായത് മൊത്തത്തിൽ നമ്മൾ കൺവേ ചെയ്യേണ്ട ഒരു ആശയത്തെ ഒരു വാക്കിലേക്ക് ഒതുക്കേണ്ടി വരിക എന്ന് പറയുന്ന സ്ട്രെസ് ചെറുതല്ല. പിന്നെ ഈ പാട്ടിൻ്റെ വേറൊരു ഇതിൻ്റെ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലപ്പോഴും ഗിബറിഷ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇത് നമ്മൾ പാട്ടായിട്ട് കേൾക്കും. നമുക്ക് ഇപ്പം അസലി ഫിസിലി രസമണി നമ്മൾ തമിഴിൽ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നൊരു വാക്കായിട്ട് ഇതൊന്ന് ആലോചിച്ച് നോക്കും, എന്താ ഇത് ഇതൊന്നും വെച്ച് പാട്ട് തുടങ്ങാൻ പറ്റില്ല എന്ന് പറയും. സ്വാഭാവികമായിട്ട് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അല്ല, മീൻസ് ഞാൻ പറയുന്നത് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോയിന്റില്ല. അത് പിന്നെയാണല്ലോ, ഇത് പാട്ടായിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഡയറക്ടറോട് പറയുമ്പോൾ എന്ത് വാക്കെന്ന് പറയും. കാരണം അവർ വെറും വാക്കായിട്ടാണ് കേൾക്കുന്നത്. അപ്പം അങ്ങനത്തെ പാട്ടുകളൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളിതിൻ്റെ പല അത് ആരുടെയും കുറ്റമല്ല. കാരണം ഇപ്പോൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയി ഒരു പാട്ട് ട്രെൻഡായി. അപ്പോൾ ഈ ട്രെൻഡായതിന് ശേഷമുള്ള കാര്യമേ ഇവർ കേൾക്കുന്നുള്ളൂ. അപ്പോൾ അതേപോലത്തെ ഒരു പാട്ട് സ്വന്തം സിനിമയിലും വരണം എന്നവർ ആഗ്രഹിക്കുന്നതിൻ്റെ അത് തെറ്റില്ല. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നേരെ തിരിച്ചു വരാൻ ആലോചിക്കുന്നില്ല. ആദ്യം ഇത് എങ്ങനെയായിട്ടുണ്ടായിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു കവിത എഴുതുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കഥയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് നമ്മളുടെ ഏറ്റവും ക്രിയേറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ഏതോ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് എഴുതാം. പക്ഷെ സിനിമയിൽ ലിറിക്സ് റൈറ്റിംഗ് എന്ന് പറയുന്നൊരു ഇതിലേക്ക് വരുമ്പം കുറച്ചുകൂടെ ഒരു ഫോസ്റ്റ് എൻവയൺമെൻറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ, അതായത് ചിലപ്പം പെട്ടെന്ന് നമുക്ക് എഴുതി കൊടുക്കേണ്ടി വരാം. ഒരു ട്യൂണിട്ടു എന്നാൽ ഇതൊന്ന് പെട്ടെന്ന് എഴുതി തരാമോ മനു എന്ന് ചോദിക്കുന്ന പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആ ക്വിക്കായിട്ടുള്ള ഒരു ആക്ഷൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയായിരിക്കും ചലഞ്ചസ് ഫേസ് ചെയ്യുക? അല്ല, ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പാട്ട് എഴുത്ത് ഈസ് ഓൾവേസ് ആൻ അപ്ലൈഡ് ആർട്ട്. അത് മറ്റൊരാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക്, അല്ലെങ്കിൽ അവർ തരുന്ന ഒരു ക്രിയേറ്റീവ് ഒരു സ്പേസ് ഉണ്ടാക്കി നമ്മളുടെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ സിനിമാ പാട്ടിനുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനിപ്പം ഗംഭീരമായിട്ട് എഴുതി നല്ലത്, പക്ഷെ അത് സിനിമയ്ക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ വടക്കൻ സെൽഫി എന്ന് പറയുന്നൊരു സിനിമ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊക്കെ എഴുതി തുടങ്ങുന്നൊരു സമയത്തുള്ള അപ്പം അതിൻ്റെ അകത്തൊരു ലവ് സോങ് വേണം. അപ്പോൾ ലവ് സോങ് എഴുതി. അപ്പം സ്വാഭാവികമായിട്ടും പ്രണയം എഴുതുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ഇതും എഴുതിയെടുത്തിട്ട് നമ്മളുടെ എല്ലാ ഇതും കാണിക്കാൻ വേണ്ടി നമ്മൾ എഴുതും. അപ്പോൾ വിനീതണ്ണൻ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, എടോ ഇത് ഗംഭീരമാണ്, ഇതവിടെ മാറ്റി വെച്ചേക്കും, ഇത് സിനിമയ്ക്ക് ആവശ്യമില്ല. ഇതെന്താ കാര്യം വെച്ചാൽ ഈ വിനോദിൻ്റെ ക്യാരക്ടർ പോളി ചെയ്ത വിനോദ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരുത്തനാ. അവൻ അപ്പോഴും മഞ്ജുമയെ കണ്ടതുകൊണ്ട് മാത്രം ആ പ്രേമമുണ്ട്. ഇവിടെ വേറെ അടുത്താണ് കാണുന്നത്, അവളോടായിരിക്കും പ്രേമം. അപ്പൊ ഇവന്റെ പ്രേമത്തിന് അത്ര ഡെപ്തേ ഉള്ളൂ. വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡെപ്താണ്, അതൊരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രണയമാണ്. അപ്പൊ നീ എനിക്ക് അങ്ങനെയുള്ള വാക്കുകൾ വെച്ചിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഫില്ല് ചെയ്ത് തന്നാൽ മതി. അപ്പോഴാണ് അതിന് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആ ക്ലാരിറ്റി, അതായത് എന്താണ് വേണ്ടത് സ്വന്തം, കാരണം നമ്മളൊരു സിറ്റുവേഷൻ മാത്രമാണ് കേൾക്കുന്നത്. ഈ സിനിമയിലെ ആ സിറ്റുവേഷനിൽ എങ്ങനത്തെ പാട്ടാണ് വേണ്ടതെന്നുള്ളത് കുറച്ചും ഒരു മോളിൽ നിന്നുള്ളൊരു ഒരു ആംഗിളിലൂടെ നോക്കിയാൽ മാത്രമേ, അതാണ് ഡയറക്ടറുടെ വ്യൂ എന്ന് പറയുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിലെ മേലെ അരിമുല്ല പൂവാലെ പന്തല് എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പം ട്യൂൺ കണ്ടു, സിറ്റുവേഷൻ കേട്ടു. അപ്പം ഒരു എഴുത്തെഴുതി. അപ്പം ഇങ്ങനെയൊക്കെ അതിൻ്റെ അകത്ത് ഇങ്ങനെ സിനിമയുടെ മേക്കിംഗ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ എഴുതിയിട്ട് ഞാൻ ലാൽജു സാറോട് ചോദിച്ചു, സാർ ഇത് മതിയോ?
സാറിന് പല്ലവി ഓക്കെയാണ്. സാർ പറഞ്ഞു എടോ ഇത് ഓക്കെയാണ്, നീ ഒരു കാര്യം ചെയ്യും, ഇത് വെട്ടണ്ട, എന്നിട്ടൊരു വര വരച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഇതേപോലെ ഇതിപ്പോൾ നീ സിറ്റുവേഷൻ കണക്ട് ചെയ്തിട്ടല്ല എഴുതിയത്, ഈ സിറ്റുവേഷൻ ഇല്ല, വെറും ഒരു സെലിബ്രേഷൻ, അവരൊരു ആഘോഷപ്പാട്ട് എന്നുള്ള നിലയ്ക്കാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നീ ഒന്ന് ഇപ്പുറത്ത് മാറ്റി എഴുതുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ അത് മാറ്റി എഴുതി നോക്കിയിട്ട് ഓക്കെ ഇത് മതി. അങ്ങനെ എഴുതാനൊക്കെ ആ ഒരു സ്പോട്ടിൽ തന്നെ എഴുതാൻ പറ്റാറുണ്ടോ? പാട്ട് മൊത്തത്തിൽ 3/4 മണിക്കൂർ കൊണ്ട് പാട്ടായി. അല്ല, അതാണ് നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ ചില ഡയറക്ടേഴ്സ് പറയും ഇതല്ല വേണ്ടത്, പക്ഷെ എന്താ വേണ്ടത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നില്ല. അവർക്ക് പറഞ്ഞുതരാൻ പറ്റാതെ എങ്ങനെയാണ് നമുക്ക്, കാരണം അവർക്ക് വേണ്ട സാധനമാണ് നമ്മൾക്ക് കൊടുക്കേണ്ടത്. അത് എനിക്ക് തോന്നുന്നു സിറ്റുവേഷനോട് ഏറ്റവും ഇണങ്ങി ചേർന്നൊരു പാട്ട് മനുഷ്യേട്ടൻ എഴുതിയത് എൻ്റെ ഫേവറേറ്റ് പാട്ട് ഇതാണ്. അതായത് ഉയരേ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകെ വാഴിൽ കനലാളും പോലെ അതിനകത്ത് ഈ വരിയില്ല, അതായത് ഉലകത്തിനോടും പൊരുതിടുമിനി ഞാൻ നിന്നെ നേടാനഴകേ. അതായത് ഒരു കാമുകന് അതിനപ്പുറം പറയാനില്ല. അല്ല, അവിടെയാണ് ഏതൊരു പാട്ടെഴുത്തുകാരനെയും എക്സൈറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ആ സിറ്റുവേഷനാണ്. അതെ, നമുക്ക് ചിലപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഇവിടെ ഒരു ലവ് സോങ് എഴുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നതിന് അത്ര ഇതേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉലകിതിനോടും പൊരുതിടും ഇനി ഞാൻ നിന്നെ നേടാൻ അഴകിയ എന്നുള്ളത് നമുക്ക് ഒരു എന്താ പറയുക, ആ ക്യാരക്ടർ അത്രയും ഭംഗിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്, അയാൾക്ക് ഇത്തരം പവേഴ്സ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പം അയാളത് ചെയ്യും, വെറുതെ പറയല്ല, അയാളത് ചെയ്യും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് എഴുതാം. പിന്നെ ആ ഒരു എന്താ പറയുക, ഒരു നമ്മളത് എഴുതിയ സമയത്തും എന്താ പറയുക ഇത്രയും ഇതാവുന്നു വിചാരിച്ചിട്ട് എഴുതിയ ഈ മാക്സിമം ഞാൻ എപ്പോഴും സിറ്റുവേഷൻസിനോട് ചേർന്ന് നിന്ന് പാട്ട്, കാരണം സിനിമയ്ക്കാണ് നമ്മൾ പാട്ട് എഴുതുന്നത്. അപ്പോൾ ആ ധാരണ ഉള്ളതുകൊണ്ട് തന്നെ അത് അപ്പോൾ ആ ഒരു വില്ലൻ്റെ ഒരു വില്ലൻ എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവാണ്. അയാൾക്ക് അത് അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഉയരെ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകുക എന്നുള്ളത് കഥയിലുള്ള കാര്യമാണ്, നമ്മൾ പുറമേ നിന്ന് എഴുതുന്ന ഒരു കാര്യമല്ല. അപ്പോൾ സ്വപ്നം നീ സ്വന്തം നീ എന്നുള്ളത് രണ്ടും ആ സിറ്റുവേഷനിലാണ്. കാരണം ഇത്രയും കാലത്ത് അയാളുടെ സ്വപ്നമാണ്, അവരാണിപ്പോൾ ആ പ്രണയം തിരിച്ചറിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും അവിടെ ഉള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കത് എഴുതാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ തിങ്കൾ പൂവിൻ ഇതളുകൾ, ആ ഒരു പാട്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അടുത്തൊക്കെയുള്ള അമ്മമാർക്കൊക്കെ പാടാൻ ഇഷ്ടമുള്ള, മക്കൾക്ക് വേണ്ടി പാടി കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എന്നാൽ അത് ഒരു പ്യുവർ താരാട്ട് സോങ്ങോ അങ്ങനെയൊന്നും അല്ലതാനും. ആ സിറ്റുവേഷനിൽ നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. അപ്പം ആ ഒരു പാട്ടിൻ്റെ ഒരു കാര്യങ്ങൾ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് പറയാം. എത്ര ഗംഭീരമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അത് എത്രത്തോളം നമ്മളിലേക്ക് പറഞ്ഞു തരിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒരു സംവിധായകൻ വിജയിക്കുമ്പോഴാണ് നമ്മൾ പോലും അറിയാതെ നമ്മളും ആ സാധനം അവരെടുക്കുന്നത്. അതിൽ വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ് അഖില്. അപ്പോൾ അഖില് എന്നെ വിളിച്ചിട്ട് അഖിൽ ആദ്യം ചെയ്തതെന്ന് പറയുന്ന ഒരു 3-3.5 മണിക്കൂർ എടുത്തിട്ട് ഈ എൻറ്റയർ സിനിമ നറേറ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ്. പറയുമ്പോൾ സിറ്റുവേഷൻ മാത്രം പറഞ്ഞു തന്നു കഴിഞ്ഞാലും എനിക്ക് പാട്ട് എഴുതാം, ഇതേ പാട്ട് തന്നെ എഴുതാം. അതിൽ 2 പാട്ട്, നിനക്ക് കൂടെ ഞാനില്ലേ എന്നുള്ള പാട്ടും ഈ പാട്ടും. പക്ഷെ അത് അത്രയും ഗംഭീരമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾക്ക് ആ ഉമ്മച്ചിയും മറ്റേ ഇതൊക്കെ നമുക്ക് വളരെ അടുത്ത ആൾക്കാരായി. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ പാട്ട് എഴുതുക എന്ന് പറയുന്ന ഒരു കാര്യം. മറ്റേന്ന് പറയുന്നത് ഒരു കഥ എവിടെ നിന്ന് തുടങ്ങി, ഇവരെവിടെ നിന്ന് വരികയാണ്, ഇവരെങ്ങോട്ടാണ് പോകുന്നത്, ഒന്നും നമുക്ക് ധാരണയില്ല. ഇത് നമുക്ക് എത്രത്തോളം നമുക്ക് ആ ധാരണ കിട്ടുന്നു അത്രത്തോളം നമ്മൾ അതിൻ്റെ അകത്ത് ഇന്നാവുകയല്ലേ. അപ്പം നമുക്ക് നമ്മുടെ മനസ്സ് തുറന്ന് എഴുതാനുള്ളൊരു സ്പേസ് ഉണ്ടാവും. പിന്നെ അതിന് ഈ പറഞ്ഞതുപോലെ അതിന് അവരെടുക്കുന്നൊരു എഫേർട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് എഴുതി കൊടുത്താലും അതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതുള്ളൂ. നേരെ മറിച്ച് ഇപ്പം ഈ തിങ്കൾ പൂവിനൊക്കെ നമ്മൾ ഓരോ വാക്കും ഇപ്പോൾ അഖിൽ ഓക്കെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ പെരുകുകയും പിന്നെ കുറേ കാലത്തിന് ശേഷം അഖിൽ പിന്നെ മനു ഈ വരിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ, അവിടെ എന്തെങ്കിലും ഒന്ന് ബെറ്റർ ആക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും കൺഫ്യൂസ്ഡാണ്. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ വെച്ചാലോ ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംവിധായകൻ ഒരു പാട്ടിനെടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് എന്താ പറയുക, അപ്പോൾ നമുക്ക് എത്ര വെട്ടി എഴുതാനും സന്തോഷമാണ്, കാരണം അത് നന്നാവുകയാണ് ചെയ്യുന്ന ഓരോ തവണയും. അതുപോലെ ഈ അടുത്ത് ഏറ്റവും ഹിറ്റായ ഒരു പാട്ടാണ് നീലനിലവേ. അപ്പോൾ നീലനിലവേ എന്ന് പറയുന്ന പാട്ട്, അതിനകത്തെ വരികൾ, പക്ഷേ അത് പൊതുവേ ഒരു ഫാസ്റ്റ് ഡാൻസ് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അതിൻ്റെ അനുപല്ലവിയിലോട്ട് വരുമ്പം രണ്ടുപേര് പ്രണയിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് രണ്ടിടത്തിരുന്നിട്ട് അവർ അല്ലേ നേരെ വെളുത്തൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഒന്ന് കാണാമല്ലോ എന്ന് പറയുന്നത്. അത് വാക്കിൽ പറഞ്ഞു വെക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് ഒരു വരിയിലേക്കാക്കി ഒരു കവിതയാക്കിയത് മാറ്റുമ്പം അത്
അതൊക്കെ എങ്ങനെ ഒരു ഫ്ലോയിൽ വന്നതാണോ? അല്ല അവിടെ അത് നഹാസ് എന്ന് പറയുന്ന ഡയറക്ടറുടെ ബ്രില്യൻസ്. അപ്പോൾ നഹാസിനോട് പറയാൻ വേണ്ടിയിട്ട് ഇതവിടെ ഇങ്ങനെ ഈ സമയത്ത് മറ്റേ ഇവനെ ഓർത്തിട്ട് അവളുടെ കോളനിയുടെ ആ ഒരു മുകളിൽ നിൽക്കുകയായിരിക്കും, അതായിരിക്കും ചിലപ്പോൾ ഇവിടെ വരുന്നൊരു വിഷയം റാൻഡമായിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഇത് പിന്നെ അത് ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഈ ഒന്ന് നേരം വെളുത്ത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അവിടെ നമുക്ക് പിന്നെ അധികം ഒന്നും ആലോചിക്കാനില്ല. അപ്പോൾ പിന്നെ അത് നമ്മൾ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഏതൊരു പാട്ടിൻ്റെ ഇടയിലും അത്ര ഏറ്റവും ലളിതമായിട്ടുള്ള എന്നാൽ അതിനൊരു ഒരു കോർ ഉണ്ടാവണം, ഒരു അർത്ഥം ഉണ്ടാവണം, ഏതെങ്കിലും തരത്തിലൊരു മനുഷ്യൻ്റെ ഇമോഷനെ തൊടുന്നൊരു വരിയായിരിക്കും. അങ്ങനത്തെ വരികളൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഭംഗിയായിരിക്കും എന്നുള്ളത് നമ്മൾ നമുക്ക് ശീലമുണ്ട് കേട്ടിട്ട്. അതിൽ തന്നെ ഒരു ഫാസ്റ്റ് നമ്പറായിട്ട് മറ്റേ ഒരു 90s 80s ഒക്കെ റിക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഹലബല്ലു സോങ് വന്നത്. അപ്പം അതിനകത്ത് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ജനറേഷനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഓൾമോസ്റ്റ് കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, പഴയ ഒരു ജീൻസിന്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അതും എനിക്ക് തോന്നുന്നത് ഇപ്പൊ രണ്ടും ഡിമാൻഡ് ചെയ്യപ്പെടുകയാണ് ഒരേ സിനിമയിൽ തന്നെ. അതൊരു ടാസ്ക് അല്ലേ അത്? ഒരേ ടാസ്ക് അതാണല്ലോ ലിറിക്കറായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനത്തെ പാട്ടുകൾ മലയാളത്തിൽ വളരെ കുറവാണ്. ഇപ്പം സംഭവിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇപ്പോഴും നമുക്ക് ചിലപ്പോൾ ബാഗി ജീൻസും ഒക്കെ ആയിരിക്കും നമ്മുടെ റെഫറൻസ്. ഈ പാട്ട് നഹാസിന്റെ ഡയറക്ടർ റെഫറൻസ് അല്ല, ഇത് ഞാൻ അങ്ങോട്ട് നഹാസിനോട് നഹാസ് ഇങ്ങനത്തെ പറഞ്ഞു ഇതല്ല കേട്ടോ, നമുക്ക് അതും കഴിഞ്ഞിട്ടുള്ള വേറൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞിരുന്നു. കാരണം അയാളുടെ ജനറേഷൻ നമ്മുടെ തൊട്ട് താഴെയുള്ള ജനറേഷൻ. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ഇത് വരികയും ചെയ്യണം. കാരണം അപ്പം നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ സാധനം എഴുതാൻ പറ്റില്ല. നമ്മൾ അനുഭവിച്ചൊരു നമ്മൾ കുറച്ച് താഴെ അവരുടെ ഒരു ജനറേഷനിൽ ഇറങ്ങി ചെന്നിട്ട് പരിപാടി വർക്കാവുള്ളൂ. ആക്ച്വലി അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഹലബല്ലു എന്നുള്ള വാക്കിന് വേണ്ടിയിട്ട് ഏതാണ്ട് എനിക്കൊന്നൊരു 3-3.5 ആഴ്ച ഞങ്ങൾ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ അത് ശരി. കാരണം നഹാസിന് ഇങ്ങനത്തെ ഒരു അർത്ഥമുള്ള വാക്ക് വേണ്ട, ഒരു ഗിബറിഷ് ആയിട്ടുള്ള ഒരു വാക്ക് വേണം, എന്നാൽ അതിൻ്റെ സൗണ്ടിങ് രസമായിരിക്കണം. പല പല വാക്കുകൾ പറയും. ഇതിന്റെ ഇടയിലൊക്കെ എപ്പോഴൊക്കെ സംഭവിച്ച പാട്ടാണ് ഈ നീലനിലവേ. ഹലബല്ലു വേർഡിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ പർട്ടിക്കുലർലി? ഹലബല്ലു എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ബഹളം ഉണ്ടാക്കുക എന്നൊക്കെ പറയാം. പക്ഷെ ആ ഒരു അർത്ഥത്തിലൊന്നല്ല പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളല്ലാതെ തന്നെ ഒരു രസമുള്ള സൗണ്ടിങ് ഒരു വാക്ക് കിട്ടിയപ്പോൾ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഇതിൽ എൻ്റെ ഫേവറേറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹരിജി പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, വെയിലിന്റെ പുഞ്ചിരി മഴ വന്ന് വായിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഹോസ്പിറ്റൽ സീക്വൻസ് അത് സിനിമയിലില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. ARMലെ പാട്ടുകൾ അതുപോലെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അതിനകത്ത് അങ്ങുവാനക്കൊള്ള എന്ന് പറയുന്ന പാട്ടിൽ ഒരു കഥയാണ് പറഞ്ഞു പോകുന്നത് അല്ലേ, ഒരു കഥ അപ്പോൾ ഒരു പഴങ്കഥകളോട് ചേർത്ത് വെക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു പാട്ടവിടെ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല അത് സിറ്റുവേഷൻസ് എത്രത്തോളം നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഗംഭീരമായിട്ടൊരു നാടോടി കഥയുടെ എല്ലാ ഫ്ലേവേഴ്സും ഉണ്ടാകും സിനിമയ്ക്ക് മൊത്തം. ആ സിനിമ മൊത്തം കൺവേ ചെയ്യാവുന്ന രീതിയിൽ ആ പാട്ടുണ്ടാവണം. പക്ഷെ എന്നാൽ അതിന് വലിയൊരു കാര്യമാണ് ആ സിനിമ പറയുന്നത്. പക്ഷെ അത്രയും വലിയ ഭാഷയിൽ നമുക്കത് പറയാൻ പറ്റില്ല. കാരണം ഒരു മുത്തശ്ശി ഒരു കൊച്ചു കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങുന്ന സമയത്ത് കഥ എന്നുള്ളതല്ല, ഉറങ്ങുന്നതാണ്, താരാട്ടുപാട്ടാണ് ബേസിക്കലി. അപ്പം ആ ഒരു താരാട്ടുപാട്ടുമായിട്ട് ജെല്ല് ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് ആ കഥ പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒളിപ്പിച്ച്, എന്നാൽ ഇത് ആളുകൾക്ക് പിന്നെ ഇത് പാട്ട് കേൾക്കും, സിനിമ കണ്ട ശേഷം ഈ പാട്ട് കേൾക്കുമ്പോൾ ഇത് കണക്ട് ആവണം. ആദ്യം ഒന്നും മനസ്സിലാവുകയും ചെയ്യരുത്, ആദ്യം മനസ്സിലായി ചെയ്താൽ ക്ലൈമാക്സ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് എന്താ പറയുക, കുറച്ച് രഹസ്യങ്ങളുണ്ട്, കുറച്ച് അപകടം പിടിച്ച മേഖലയിലൂടെ പോകേണ്ട ഒരു എഴുത്തായിരുന്നു അത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ദിബുജിനോട് പറഞ്ഞു, മനു നമുക്ക് ആ ബാക്കിയുള്ള പാട്ടിൻ്റെ കോംപ്ലക്സിറ്റീസ് ഒക്കെ വിട്ടിട്ട് നമുക്ക് ഇതിനാദ്യം ഒരു താരാട്ടാക്കി മാറ്റാം. അപ്പം ഏതൊരമ്മയ്ക്കും ഒരു കുഞ്ഞിനോട് അല്ലെങ്കിൽ ഏതൊരു മുത്തശ്ശിക്കും പെരക്കിടാവിനോട് പറയാനുള്ള ഒരു 4 വരി നമുക്ക് അങ്ങ് സെറ്റ്. അപ്പം ആദ്യം കുഞ്ഞിളം വാവേ കഥ കേട്ട് എന്ന് പറയുന്ന ആ ഒരു അതങ്ങ് ഉറപ്പിച്ചു. പിന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പോയി, അതായത് ഈ സിനിമയുടെ മൊത്തം അങ്ങുവാനക്കൊണ്ടില്ല. അപ്പം ആ ഒരു ആമത്തുരുത്തുണ്ട് താഴെ. അപ്പം ആമാന്ന് കേട്ടപ്പോൾ ഞാൻ സ്വാഭാവിച്ചു, താഴെ ആമയുണ്ടെങ്കിൽ മുകളിലൊരു മുയലിനെ വെച്ചാൽ രസമായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ആ ഒരു സമയത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഗ്രേസ് കൂടി ഉണ്ടാവും കേട്ടോ. ആ ഒരു തോന്നൽ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അപ്പം അത് വർക്കായി. ഗിരീഷേട്ടൻ എഴുതിയ വരികളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇതാണ്, അതായത് പാഴിരുൾ മൂടുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി
അതായത് വരാൻ പോകുന്ന ഒരു പുതുപ്പെണ്ണിനോട് പറയാനല്ലേ, ഒരു പുതുപ്പെണ്ണിനടുത്ത് അവൾക്ക് കേൾക്കാൻ ഏറ്റവും ഇമ്പമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അത്. ഒരു വീട്ടിലേക്ക് വന്ന് കയറി അവൾ കാല് തൊട്ടപ്പം അവിടെ മൊത്തം പൗർണമിയായെന്ന് പറയുന്നത്. അതുപോലെ കാവ്യഭംഗി നിറഞ്ഞ ഒരുപാട് വരികൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പം അതിൽ മനുഷ്യേട്ടൻ്റെ ഫേവറേറ്റ് പാട്ടുകൾ ഏതൊക്കെയാണ്? അയ്യോ അല്ല, ഗിരീഷേട്ടൻ്റെ പാട്ടുകളെ കുറിച്ച് പറയാമെന്ന് പറയുന്ന സമയത്ത് ഇപ്പം ചിലപ്പോൾ നമ്മൾ ഒരു പാട്ട് മൊത്തമായിരിക്കില്ല, അതിൻ്റെ അകത്ത് ഒരൊറ്റ വരി ചിലപ്പം നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ഹുക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വരിയെങ്കിലും ഒരു പാട്ടിലെങ്കിലും അവശേഷിപ്പിക്കാത്ത ഒരു ഒറ്റ പാട്ട് പോലും ഇല്ല ഗിരീഷന്. അപ്പം ഇതിൽ ഏത് പാട്ട് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം ഗിരീഷന് അത്രയും ഏറ്റവും നമ്മൾക്ക് ഏറ്റവും അറിയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള വാക്കുകൾ മതി. ഏത് ഇപ്പം അത് എങ്ങനെയും അദ്ദേഹം പറയുന്നുള്ളത്. ഇപ്പം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം എന്നുള്ളത് പാട്ട് മുഴുവൻ ഒരു പെൺകുട്ടിയെ വർണ്ണിച്ചെഴുതുന്ന ആണെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ള കൽപ്പനകളാണ് അല്ലെ. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യഗണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണ് നിന്റെ അധരം. ഇതേ സംഗതി ഗിരീഷേട്ടൻ 1000 തിരികത്തും അമ്പലമുറ്റത്ത് 1001 തിരിയായി നീ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തിരിക്കും അവൾക്ക് യാതൊരു ഒരു കത്ത് നിന്ന് തിരിക്കും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടും എന്താണോ സിനിമ ആവശ്യപ്പെടുന്നത്, എന്താണോ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത്, ഏതാണോ കഥാപാത്രം ആവശ്യപ്പെടുന്നത്, ഏതാണോ ഇമോഷൻസ് ആവശ്യപ്പെടുന്നത്, ഏതാണോ സിറ്റുവേഷൻ ഇതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഏത് തരത്തിലും എഴുതാനുള്ളൊരു വല്ലാത്തൊരു ഒരു സാധ്യമായിട്ടുള്ള ഒരു കഴിവുള്ള. പ്രണയം എന്നൊരു കാര്യം സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് പ്രണയിക്കുന്ന പാട്ടുകൾ എഴുതുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നിർമ്മലമായ അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു ഇമോഷനാണ്. അപ്പം അത് ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചും വളരെ ചാലഞ്ചിങ് ആണ്. അപ്പം ഗിരീഷേട്ടൻ്റെ പാട്ടുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രണയത്തിൻ്റെ പല ഭാവങ്ങൾ കാണാൻ പറ്റും. അതായത് മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പും മൗനാനുരാഗത്തിൻ ലോലഭാവം. അവിടെ ഒരു പക്ഷേ പ്രണയം ഒരു ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞിട്ടില്ല, മൗനാനുരാഗമാവും. ആ പാട്ടിലൊരു വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. ആ പാട്ടിനെ കുറിച്ച് പിന്നെ എനിക്ക് ലാൽജോ സാറൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ ഒരുപാട് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിലൊരു പ്രത്യേക കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടൊരു 100% പ്രണയമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവൾ മറന്ന പ്രണയമാണ്, അവൾ മറന്നു കഴിഞ്ഞ പ്രണയമാണ്. അപ്പോൾ മറന്നു കഴിഞ്ഞ പ്രണയത്തെക്കുറിച്ച് അവൾ ആലോചിക്കുന്നു എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിരഹം എന്ന് പറയുന്ന ഒരു സാധനം കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പാട്ടിൻ്റെ വിദ്യാജി ആദ്യം ഇതിൻ്റെ മ്യൂസിക് ഇട്ട സമയത്ത് ഗിരീഷൺ എങ്ങനെ എഴുതുമ്പോഴും അതിൻ്റെ അകത്തൊരു വിരഹമാണ് കയറി വരുന്നത്. അപ്പോൾ ലാൽജോ സാർ പറഞ്ഞതാണ്, ഗിരീഷ് എനിക്ക് വിരഹം വേണ്ട, അത്ര ലൗഡായിട്ടുള്ളൊരു വിരഹമല്ല അതിൻ്റെ അകത്ത്. കാരണം അവൾ മനസ്സറിഞ്ഞ് വിട്ടുകൊടുത്തതാണ് ആ പ്രണയം. അപ്പൊ അവൾ ഹാപ്പിയാണ് ഇപ്പോ. പക്ഷെ ഏതോ ഒരു നിമിഷത്തിൽ ഒരു മിസ്സിംഗ് ഫീലിംഗ് വന്ന് പോകുന്നു എന്നുള്ളൊരു സാധനമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നു. അപ്പൊ എന്നിട്ട് ഇവർ നടക്കാൻ പോകുന്ന ഒരു സ്ഥലത്തിനാണ്. അപ്പൊ ലാൽജോ സാർ പറഞ്ഞാണ്, ഞാൻ അവള് മറന്നു ആ പ്രണയം എന്ന് പറയുമ്പോഴാണ്, അപ്പോഴാണ് എന്നാ ബാ എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് എഴുതിയ വരികളാണ് ഈ മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നത്. അത് നമുക്ക് പിന്നെ ആ ആംഗിളിൽ പാട്ട് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായി അത് അവരുടെ മെമ്മറീസ് ആണ് പറയുന്നത്. കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലയൻ കവിളോടൊരുമ്മി കിതച്ചിരുന്നു, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു, കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഒരു മധുരം അവര് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഒരു ഇടയിലുള്ള ഒരു നേരിയ നൂലിലൂടെ ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറയുന്നത് അതൊന്നും അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. എനിക്കൊന്ന് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളാണെങ്കിൽ പോലും ഇപ്പം ആ പാട്ടൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞിപ്പം മറ്റേ ജനറേഷൻ ഒരുപാട് മാറി. പക്ഷെ അവർക്ക് ബീറ്റയോ ജെൻസിയോ അങ്ങനെ എന്തൊക്കെയോ ആയി. അപ്പം അവർക്കും പക്ഷെ എന്താ പറയാ അവരുടെ വിരഹത്തോട് കണക്റ്റഡ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് പോയറ്റിക് ആയിട്ടുള്ള വരിയുണ്ട്, എന്നാൽ കേൾക്കുമ്പോൾ പോയറ്റിക് ആണെന്ന് തോന്നുന്ന സ്ട്രെയിറ്റ് ഇമോഷൻസ് ഉണ്ട്. ഇപ്പം പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബിച്ചിരുന്നു, അതിൽ പ്രത്യക്ഷത്തിൽ വലിയ കവിതയൊന്നുമില്ല, ഉണ്ടായൊരു സംഭവമാണ്. പക്ഷെ അത് അത്രയും ഡീറ്റെയിലിങ്ങോടുകൂടി പറയുമ്പോൾ പാതിയും ചിമ്മാത്ത എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ടൊരു ഇമേജ്, ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബിച്ചിരുന്നു, നമുക്ക് വളരെ കൃത്യമാണ് നമുക്ക് ആ ഇമേജ് എന്താണെന്ന്. ഇപ്പം ഇനി അതിൽ കവിതയല്ല, പക്ഷെ അതിൻ്റെ അടുത്ത് ഇപ്പം മുറുകാൻ തുടങ്ങുമെൻ വിറയാർന്ന വീണയെ മാറോടമർത്തി കൊതിച്ചിരുന്നു പറയുമ്പോൾ അതിൻ്റെ അകത്ത് കവിതയുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കവിതയുടെ ലെവലിൽ നിന്ന് അടുത്ത വരി അതിൻ്റെ അടുത്ത ഒരു കവിതയായിരിക്കും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹം അവിടെ എഴുതി കളയുന്നത്, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നു. അപ്പോൾ അവിടെ ഏതൊരാളും വീണു, ഏതൊരു മനുഷ്യനും അതിൻ്റെ അകത്ത്
അത് പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് ആ സിനിമയിലെ കഥാപാത്രങ്ങളല്ല, അവർക്ക് ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഏതോ ഒരാളെയാണ് അവർക്ക് ഓർമ്മ വരിക. തീർച്ചയായും. അപ്പോൾ അത് തന്നെയാണ് ഒരിക്കൽ ഗിരീഷേട്ടനെ കണ്ട സമയത്ത് ഞാൻ ഈ കളഭം തരാം എന്നുള്ള പാട്ടിൻ്റെ ഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിനക്കെന്ത് തോന്നുന്നോ അതാണ് ആ പാട്ട്, അത് നീ എടുത്തോന്നാണ്. ഇത് തന്നെയാണ് ഇദ്ദേഹം എല്ലാ പാട്ടിലും അത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പാട്ടിൽ. അതുപോലെ തന്നെ അറിയാതെ 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 തിങ്കളറിയാതെ, അതൊരു കോളാണല്ലേ. ആരും അറിയാതെ നമുക്ക് നമ്മുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള രണ്ട് സ്നേഹിക്കുന്ന ആൾക്കാർ തമ്മിൽ അവിടെ ജോയിൻ ആവുമ്പോൾ അവിടെ ഒരു മാജിക് സംഭവിക്കുന്നു. അതുപോലെ ഒരു വിളിയാണത്. ആരും അറിയാതെ നമുക്ക് ഒരുമിച്ചാവാം എന്നൊക്കെ പറയുന്ന പോലെ, അതും പ്രണയത്തിന്റെ വേറൊരു തലമായിട്ട്. തീർച്ചയായിട്ടും. അല്ല, പ്രണയത്തിന്റെ ഇതിപ്പോ ഈ പറഞ്ഞ ഇതിൻ്റെ അകത്ത് ഗിരീഷേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരെ അപൂർവമായിട്ടാണ് കാളിദാസന്റെ ഒക്കെ ഒരു ഓർമ്മയിലൊക്കെ ഒരു പാട്ട് എഴുതാൻ, അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ നമുക്കൊരു പാട്ട് എഴുതാനുള്ള ഒരു അവസരം കിട്ടുക. ഇദ്ദേഹം തന്നെ ഇപ്പുറത്ത് വന്നിട്ട് എൻ്റെ എല്ലാം എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പണ്ട് വേറൊരു തലമാണ്. അപ്പോൾ പ്രണയത്തിൻ്റെ ഏത് തരത്തിലുള്ള, അത് തമാശയാണെങ്കിൽ പോലും, എന്താ പറയുക, ഈ പറയുന്ന വിരഹവും പ്രണയവും കലരുന്നതാണെങ്കിൽ പോലും, ശുദ്ധമായിട്ടുള്ള പ്രണയമാണെങ്കിൽ പോലും, കാരണം അതിലെ കഥാപാത്രം അങ്ങനെയാണ്. ഏറ്റവും ഒരു കള്ളനാണ്. അപ്പം അയാൾക്ക് അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടല്ലേ അയാൾ സംസാരിക്കുള്ളൂ. അതുപോലെ എനിക്കൊന്ന് ഇത് സമ്മർ ബെത്ലഹേമിലെ പാട്ടുകൾ, അതിൽ കൂടുതൽ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു ചെറിയ പെയിനോട് കൂടി കേൾക്കുന്ന സമ്മർ ബെത്ലഹേം. അപ്പം അതിനകത്ത് പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്നു വാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടെ മാഞ്ഞു. ഒരാൾ വന്ന് നമ്മുടെ കൈ കൊണ്ടല്ലേ നമ്മളെ പതുക്കെ തലോടി മാഞ്ഞു പോകുന്ന ഒരു ഫീല് നമുക്ക് തന്നിട്ടാണ് അദ്ദേഹം പോയത്. അതൊരു എന്താ പറയാ, ആ പാട്ടിൽ തന്നെ ഇപ്പോൾ സമ്മർ ഇൻ ബെത്ലഹേം അഗൈൻ പറയുമ്പോൾ പലതരത്തിലുള്ള വേഴ്സറ്റാലിറ്റിയുടെ പലതരത്തിലുള്ള പാട്ടുകൾ. ഇപ്പം എന്താ പറയുക, കൺഫ്യൂഷൻ തീർക്കണമേ ഒക്കെ നിങ്ങൾ മറ്റേ അതിൻ്റെ ഒരു ചരണമൊക്കെ എടുത്ത് നോക്കുമ്പോൾ, ഫാമിൽ പൈക്കളില്ല, ബാങ്കിൽ ലോണിൽ ബാക്കിയില്ല, ബാങ്കിൽ ക്യാഷ് അടച്ചില്ല, മേലെ നീലമേഘം, താഴെ കുന്നുകുഴി, മുന്നിൽ മൂകം നരകം, കലികാലം തീരാൻ കല്യാണം വേണം, കനിയോടെ അലിവോടെ കനിയണം നീയൻ ശംഭോ. അപ്പം ആ അത് എത്ര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, എത്ര നിങ്ങൾ ആ ട്യൂൺ വരി മാറ്റിയിട്ട് ട്യൂണൊന്ന് ആലോചിച്ച് നോക്കൂ. അസാധ്യമായിട്ടുള്ള മെലഡിയാണ്. നമ്മൾക്കൊരിക്കലും ഒരു ഇംഗ്ലീഷ് വാക്കൊന്നും ചിന്തിക്കാൻ മലയാളത്തിൽ ഇംഗ്ലീഷ് വാക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ടാസ്ക്കാണ്. അതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട്, ഭയങ്കര റിത്തമിക്ക് ഭയങ്കര ടെമ്പോയിൽ പോകുന്നൊരു പാട്ടാണെങ്കിൽ നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് അസാധ്യമായിട്ടുള്ളൊരു മെലഡിയിലാണ്, വിദ്യാജിയുടെ ഒരു മെലഡിയിലാണ് ഇദ്ദേഹം ഇത്രയും ഇംഗ്ലീഷ് വാക്കുകൾ വെച്ചിട്ടും നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നത്. അതൊരു ചെറിയ ടാസ്ക് അല്ല. പിന്നെ അതിൻ്റെ ആദ്യത്തെ പാട്ടാണ് ഇപ്പോൾ ചൂളമടിച്ച് കറങ്ങി നടക്കും എന്നൊക്കെ പറയുന്ന പാട്ട്. പിന്നെ കുന്നിമണിക്കൂട്ടിൽ അന്നം പിന്നം പുന്നാരിച്ചാൽ പിടയാതെ പിടയരുതേ. പിന്നെ മറ്റേ പാട്ട് മാരിവില്ലിൻ ഗോപുരങ്ങൾ. എന്താണെന്നറിയാം, ഈ പാട്ടിലൊന്നും ഒരുപാടൊന്നും ഒരു ഡയറക്ടർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. അത്രയും പിക്ചറൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മീൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മീൻസ് ഞാൻ പറയുന്ന എഴുത്തിൻ്റെ മുമ്പേ അവരിങ്ങനെ താമസിക്കുന്ന ഒരു സ്ഥലം, അവിടേക്ക് ഇവരുടെ കുറച്ച് ഗസ്റ്റുകൾ വരുന്നു. അപ്പോൾ ഇവർ വീട് ഭംഗിയാക്കുന്നു അവരെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇദ്ദേഹം അതിൻ്റെ അകത്തുനിന്ന് പൊലിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പാട്ടെഴുതാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ളത് എനിക്ക് നമുക്കറിയാം എത്രത്തോളം കോൺട്രിബ്യൂഷൻസ് ഡയറക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നോ റൈറ്ററിൻ്റെ സൈഡിൽ നിന്നോ വരുന്നോ അത്രത്തോളം നമുക്ക് എളുപ്പമാണ് നമുക്ക് ആ പാട്ടിലേക്ക് എന്തൊക്കെ കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിൽ. ഇതിലൊന്നും അധികമൊന്നും പറയാനില്ല. അവിടെയാണ് അദ്ദേഹം അതും ആ വിദ്യാജിയുടെ അസാധ്യമായിട്ടുള്ള മെലഡിയിൽ അത്. ഗിരീഷേട്ടൻ്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരിലുള്ള ഒരു അവാർഡ് വിൻ ചെയ്തതിന് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇനിയും ഒരുപാട് അവാർഡുകൾ തേടിയെത്തട്ടെ. കുറച്ച് പാട്ടുകൾ പറഞ്ഞാൽ അതിൻ്റെ ലിറിസിസ്റ്റ് ആരാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ശ്രമിക്കാം. ഓക്കെ. അല്ലിയാമ്പൽ കട് ഭാസ്കര മാഷ്, കറക്റ്റ്. ചന്ദ്രകളഭം കാതിൽ തേൻ മഴയായി, അതെ കറക്റ്റ്. കണ്ണാതുമ്പി പോരാമോ, കറക്റ്റ്. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു, വന്ദനം. ഷിബു ചക്രവർത്തി.
ജീവാംശമാ ഹരിനാരായണ പിടയുന്നൊരെന്റെ തീരമേ തീരമേ. കറക്റ്റ്. അപ്പൊ നമ്മുടെ പാട്ടുകളോടൊപ്പം തന്നെ മറ്റുള്ള ലിറിസിസ്റ്റുകളുടെ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും തീർച്ചയായിട്ടും മോണിറ്ററിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കെന്താ. അപ്പം ഇനിയും പാട്ടെഴുത്ത് വളരെ ഊർജിതമായി നടക്കട്ടെ. നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് കേൾക്കാൻ ഇനിയും ചേട്ടൻ്റെ തൂലികയിലൂടെ പിറക്കട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും ലൈഫ് നെറ്റ് ടി വിയിൽ വന്നതിനും ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തന്നതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞത്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.